ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേ ദിവസത്തെ മോളുടെ ഡേ ഇൻ മൈ ലൈഫാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ നേരത്തെ മോളെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് വിളിച്ചെഴുന്നേൽപ്പിക്കാട്ടോ. നമുക്ക് മോള് സ്കൂളിൽ പോയി വന്നതിന് ശേഷം നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നൈറ്റ് മെഹന്തിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ആൾ ഉറങ്ങിയേക്കുന്നത്. മെഹന്തി ഇടാനൊന്നും എനിക്കറിയില്ല കേട്ടോ. അറിയുന്ന പോലെ ചെറുതായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആളിപ്പോൾ നീറ്റതും ആദ്യം അതാണ് കാണിക്കുന്നത്. മോളെ എണീറ്റ് ഫ്രഷായിട്ട് ഇപ്പം ഫുഡ് കഴിക്കുകയാണ്. നമ്മൾ രാവിലെ മോക്ക് ഇടിയപ്പമാണ് കേട്ടോ ആക്കിയത്. രാത്രി എത്ര വൈകി ഉറങ്ങിയാലും രാവിലെ സ്കൂളിൽ പോകാൻ നീക്കുക എന്ന് പറയാൻ അവൾക്ക് വലിയ മടിയൊന്നുമില്ല കേട്ടോ. ഏഴേകാലാവുമ്പം ഓട്ടോ വരും. അപ്പോൾ വേഗം ഫുഡെല്ലാം കഴിച്ച് മുടിയെല്ലാം കെട്ടിയിട്ട് റെഡി ആവണം. അപ്പോൾ വേഗം നമുക്ക് ഇവളൊന്ന് റെഡിയാക്കിയിട്ട് വരാം കേട്ടോ. ഈ കാണുന്ന പെൻസിൽസും അതുപോലെ ചോക്ലേറ്റുമാണ് മോള് സ്കൂളിലോട്ട് കൊണ്ടുപോകുന്നത്. പെൻസിലാണ് മോള് ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നത്. അവിടെ സ്വീറ്റ്സ് അങ്ങനെ അലൗഡല്ല. പിന്നെ ചോക്ലേറ്റ് ബസ്സിലെയും ഓട്ടോയിലൊക്കെ ഉള്ള പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പം ആൾക്കൊരു ഹോബി ഉണ്ട്. രാവിലെ നീറ്റ പാട് ഇതുപോലെ ഒരു ചെറിയൊരു അക്വേറിയം പോലെ വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ ഫിഷിന് തീറ്റിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം മോള് പറയുന്നത് മോൾക്ക് സെലിബ്രേറ്റ് ചെയ്യണം, കേക്ക് കട്ട് ചെയ്യണം, പിന്നെ അവളെ കസിൻസിനൊക്കെ ക്ഷണിക്കണം എന്നൊക്കെ പറയുന്നു. പക്ഷെ ഞാൻ അവളോട് പറഞ്ഞിരിക്കുന്നത് നമ്മളൊന്നും ചെയ്യുന്നില്ല, സെലിബ്രേഷൻ ഒന്നും ചെയ്യുന്നില്ല, കേക്ക് കട്ട് ചെയ്യുന്നില്ല എന്നാണ് കേട്ടോ. അപ്പോൾ അതേ ഓട്ടോ വന്നിട്ടുണ്ട്. ഇനി മോള് സ്കൂളിലോട്ട് പോവുകയാണ്. സ്കൂളിലോട്ട് പോകുന്ന സമയത്താണ് കസിൻസൊക്കെ വന്നിട്ട് ബർത്ത്ഡേ വിഷസൊക്കെ പറയുന്നത്. പിന്നെ അവരോടൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞിട്ട് ആൾ നേരെ ഓട്ടോയിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ മോള് സ്കൂളിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അവൾക്ക് ചെറുങ്ങനെ ഒരു ഡെക്കറേഷൻസും അതുപോലെ കേക്കൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പോകണം. അവൾ വരുമ്പോഴത്തേന് നമുക്ക് അതെല്ലാം സെറ്റാക്കണം കേട്ടോ. അപ്പോൾ അതേ വൈകുന്നേരം ഒരു 3:45 ആൾ തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി ആൾ ഫുഡെല്ലാം കഴിച്ച് ഒന്ന് ഫ്രഷായിട്ട് മദർസയിലോട്ട് പോവാണ് കേട്ടോ. മദർസയിലോട്ടും ഇതുപോലെ ചോക്ലേറ്റ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇനി മദർസയിൽ പോയി വന്നിട്ട് നമുക്ക് സെലിബ്രേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെറിയൊരു രീതിയിൽ അവൾക്ക് വേണ്ടിയിട്ട് ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. മോളോടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അവളോട് പറയാണ്ട് സർപ്രൈസ് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ചെറിയ രീതിയിൽ തന്നെയുള്ളൂ ഡെക്കറേഷൻസ്. അതുപോലെ അവളുടെ കസിൻസ് വന്നിട്ടുണ്ട്. ആരെയും അങ്ങനെ നമ്മൾ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. അവളുടെ കസിൻസും നമ്മളും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മോളിതേ മദർസയൊക്കെ വിട്ട് വന്നപ്പോൾ നമ്മൾ ആളെ ബർത്ത്ഡേ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു പർപ്പിൾ കളറ് സറാറയാണ് നമ്മൾ അവൾക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തത്. അപ്പോൾ അവളെങ്ങനെ നമുക്ക് സർപ്രൈസ് ചെയ്യിച്ചാലോ? അവൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ സർപ്രൈസ്. കാരണം മോളോട് നമ്മൾ പറഞ്ഞില്ലല്ലോ ഇങ്ങനെ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആൾ നല്ല സർപ്രൈസ്ഡായി. മോളൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ കേക്ക് കട്ട് ചെയ്യുന്നു. അതുകൊണ്ട് എല്ലാവരെയും കണ്ടപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമായി. ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. എല്ലാവരും ഇപ്പോൾ ഹാപ്പി ബർത്ത്ഡേ പാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കേക്കെല്ലാം കട്ട് ചെയ്ത് എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കലും കേക്ക് കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും പാടെ അതിരുന്ന് കഴിക്കുകയാണ് കേട്ടോ. മോളും ഇതൊക്കെയാണ് കേട്ടോ ആഗ്രഹിച്ചിട്ടുള്ളൂ.
മോളെ കസിൻസിനെ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്ത് ഒരു കേക്കൊക്കെ കട്ട് ചെയ്ത് ഇതുപോലെ ചെറിയ ചെറിയ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് ഇതൊക്കെയാണ് മോൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. അവരുടെ സന്തോഷമാണല്ലോ നമ്മുടെയും സന്തോഷം. അപ്പോൾ ഇതെല്ലാമാണ് നമ്മളെ ബർത്ത്ഡേകളുടെ ഡേ ഇൻ മൈ ലൈഫ്. കേക്ക് കട്ട് ചെയ്യൽ കഴിഞ്ഞു, ഫുഡ് കഴിക്കൽ കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബർത്ത്ഡേക്ക് എടുത്ത കുറച്ച് സ്റ്റിൽസ് നമ്മൾ ലാസ്റ്റ് ആഡ് ആക്കുന്നുണ്ട്, അതും കൂടി കാണണേ. ബൈ ബൈ.